ഗുരുതരമായ ആരോപണം CMRൻ്റെ പേരിലും KSIDCയുടെ പേരിലും വീണ വിജയൻ്റെ പേരിലുമുണ്ട്. വീണ വിജയനൊപ്പം പണം വാങ്ങിച്ച CMRൽ നിന്ന് പണം കൈപ്പറ്റിയവർ 10-12 പേര് വേറെയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളായി ഇതുകൊണ്ടാണ് ടോപ്പ് പ്രയോറിറ്റി അതിനകത്ത് വന്നത്. വീണ വിജയൻ്റെ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഇല്ല. SFOയുടെ അന്വേഷണത്തിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയ സാഹചര്യത്തിൽ വീണ വിജയൻ ഒരിക്കലും ജയിലിന് പുറത്തേക്ക് വരാൻ സാധ്യതയില്ല, ഉടനെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറയുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇത് വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണയുടെ ഭർത്താവ് റിയാസിനുമൊക്കെ പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടി വരും. എന്തായാലും റിട്ടയർഡ് SP ജോർജ് ജോസഫിൻ്റെ വാക്കുകളിലേക്ക്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ് CMRലെത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ 5 പേരൂടെ ഉണ്ട്. കൊച്ചി CMRൽ അവർ പരിശോധന രാവിലെ 9 മണിക്ക് തുടങ്ങി. അവിടെയുള്ള സ്റ്റാഫ് ലാൻഡ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. രാത്രിയും അവിടെ പരിശോധന തുടരുകയാണ്. ഗുരുതരമായ ആരോപണം CMRൻ്റെ പേരിലും KSIDCയുടെ പേരിലും വീണ വിജയൻ്റെ പേരിലുമുണ്ട്. വീണ വിജയനൊപ്പം പണം വാങ്ങിച്ച CMRൽ നിന്ന് പണം കൈപ്പറ്റിയവർ 10-12 പേര് വേറെയുമുണ്ട്. അവരിലേക്കും അന്വേഷണം നീങ്ങണം. മുഖ്യമന്ത്രിയുടെ മകളായി ഇതുകൊണ്ടാണ് ടോപ്പ് പ്രയോറിറ്റി അതിനകത്ത് വന്നത്. കാരണം അസംബ്ലിയിലെ ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ VD സതീശൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അസംബ്ലിയിൽ വരാതെ ആ ദിവസം ചർച്ചയ്ക്ക് മറുപടി പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒളിച്ചോടി എന്നും പറഞ്ഞു. അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിൽ നിന്ന് അദ്ദേഹം മാറി നിന്നതാണോ എന്നും അറിയില്ല. എന്തായാലും മകളുടെ പേരിൽ ഗുരുതരമായ ആരോപണം തന്നെയാണ്. 1,72,00,000 രൂപ എന്ത് സർവീസിന് കൊടുത്തു എന്ന് വിശദീകരിക്കണം. മകൾക്ക് നോട്ടീസ് കൊടുക്കും, ഹാജരാകണം, അത് സമാധാനം പറയണം. പക്ഷേ CMRൽ ഇവർക്ക് നൽകിയ പണത്തിന് അതിൻ്റെ നികുതി അവരടച്ചു. അത് കഴിഞ്ഞൊരു ദിവസം ഞാനത് പറയുകയും ചെയ്തു. നികുതി അടച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. CMRൽ 1,72,00,000 നികുതി അടച്ചിട്ടുണ്ട്. ഇനി അത് എന്ത് സർവീസാണ് ചെയ്തത് എന്ന് വിശദീകരിക്കേണ്ടി വരും. മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ എന്തിനാണ് മറ്റ് 11 പേര് 12ഓളം പേരുടെ കാര്യം വെളിയിലോട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഒക്കെ പണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചവർ എന്തിന് പണം വാങ്ങിച്ചു? പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ആ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് പോയോ അത് വ്യക്തികളുടെ പോക്കറ്റിൽ പോയോ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇനി ഇപ്പം CMRൽ അതുപോലെ KSIDC ഈ പണം വാങ്ങിച്ച വ്യക്തികളൊക്കെ സമാധാനം പറയേണ്ടി വരും. പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ളൊരു സർവീസ് എക്സാലോജിക്ക് CMRന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഏതെങ്കിലും രീതിയിൽ സർവീസ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലാതെ വാക്കുകൊണ്ട് പറയുന്നത് ഏൽക്കത്തില്ല. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അവർ ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയ 5-ാം ദിവസം തന്നെ കൊച്ചിയിലെത്തിക്കഴിഞ്ഞു. അവരുടെ കൂടെ EDയും ഉണ്ട് എന്നാണ് പറയുന്നത്. പൊതുവായിട്ട് നോക്കുമ്പം വളരെ സീരിയസ് ആയ മാറ്റർ അവരന്വേഷിക്കുകയാണ്. അതിന് അന്വേഷണത്തിലെ വിശദീകരണം വീണ വിജയനും അതുപോലെ മറ്റ് രാഷ്ട്രീയക്കാരും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ എന്ത് സർവീസ് ചെയ്തു? വീണ വിജയന് രാഷ്ട്രീയ പാരമ്പര്യമില്ല. വ്യക്തിപരമായിട്ട് നോക്കിയാൽ പിതാവും അതുപോലെ ഭർത്താവും രാഷ്ട്രീയക്കാരാണ്. പക്ഷേ അവർക്കൊരു രാഷ്ട്രീയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടെന്നോ അല്ല അതിൻ്റെ ലീഡർഷിപ്പിൽ വന്നെന്നോ അല്ല അവരുമായിട്ട് സഹകരിച്ചെന്നോ ഇല്ല. അവർ പക്ക ഒരു ബിസിനസ്സുകാരിയായിട്ടാണ് നിൽക്കുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടെയാണ്.
ആ കമ്പനി ഇപ്പം നിലവിലില്ല, അത് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അതിന് ബാലൻസ് ഷീറ്റ് എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ടോ, ഏതെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടോ, അത് ഈ കമ്പനി വെറും ഒരു ഫോർമലായിട്ട് ഉണ്ടാക്കിയിട്ട് പണം അടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി സമാധാനം പറയേണ്ടി വരും. ഏതായാലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒപ്പം ED ഉണ്ട്. EDയുടെ അവിടെ നിന്നും നോട്ടീസ് ഇനി വരാം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അധികാരം വളരെ കൂടുതലാണ്. അവർക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. EDയുടെ നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർക്കും മന്ത്രിമാർക്കൊക്കെ ED നോട്ടീസ് കൊടുത്തു ഹാജരാകാമെന്ന് അവസാനം അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലും പവർഫുൾ ആണ് ഈ SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവർ പവർഫുള്ളാണ്. അപ്പോൾ അവർ അറസ്റ്റിലേക്ക് നീങ്ങി. വിശദീകരണം തൃപ്തമല്ല. സർക്കാർ KSIDC ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെ 14% ഷെയറുള്ള കമ്പനികൾക്ക്, സർക്കാരിൻ്റെ ഭാഗഭാഗത്തുള്ള കമ്പനികൾ രാഷ്ട്രീയക്കാർക്ക് കമ്പനിയുടെ CMRൻ്റെ ലാഭത്തിൻ്റെ വീതം കൊടുക്കാൻ പാടില്ല, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊക്കെ നിയമം നിലനിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഫണ്ട് കൊടുത്ത് അത് എന്തിനെന്ന് വിശദീകരിക്കേണ്ടി വരും. ആ വിശദീകരണം തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് പോകും. വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ഓരോരുത്തരെ അവിടെ വിളിക്കും, പണം പറ്റിയവരെ എല്ലാവരും വിളിക്കും, വിശദീകരണം ചോദിക്കും. എന്ത് സർവീസിന് പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്താണെന്ന് പറഞ്ഞാൽ ആ ഫണ്ട് എങ്ങോട്ട് വിനിയോഗിച്ചു, എവിടെ പോയി എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയാവും. അതേസമയത്ത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത എക്സാലോജിക് പോലെയുള്ള കമ്പനികൾ എന്തിന് പണം കൊടുത്തു, അത് ഫാദർ സംസ്ഥാന മുഖ്യമന്ത്രിയാണെങ്കിൽ ആയതുകൊണ്ട് കൊടുത്തതാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് സംശയത്തിൻ്റെ ഒരു ലാഞ്ചന അവിടെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തൃപ്തികരമായി മറുപടി പറയേണ്ടി വരും. ആ കോർപ്പറേറ്റ് ബോഡിയിലെ വേറെ ആരെങ്കിലും ഡയറക്ടേഴ്സായിട്ടുണ്ടോ, എക്സാലോജിക്ക് വീണ മാത്രമാണോ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ സർവീസിൻ്റെ പണം ഏത് വഴിക്ക് പോയി, അവർക്ക് വന്നു ചേർന്ന പണം എങ്ങോട്ട് പോയി എന്ന് സമാധാനം പറയേണ്ടി വരും. പൊതുവെ നോക്കിക്കഴിയുമ്പം വീണ വിജയൻ്റെ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഇല്ല. ചില സംശയങ്ങൾ ബലപ്പെട്ട് വരികയാണ്. മുഖ്യമന്ത്രിയുടെ കൈ ശുദ്ധമാണെന്ന് അദ്ദേഹം അസംബ്ലി പറയുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം ആ ഫണ്ട് കൈകാര്യം ചെയ്തെന്നുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് മകളെ ഒരു അറസ്റ്റിലേക്ക് പോയാൽ തന്നെയും മുഖ്യമന്ത്രിയിലെ അങ്ങോട്ട് ആ പണം സഞ്ചരിച്ചെന്ന് തെളിവുണ്ടാക്കാനായിട്ടൊന്നും കഴിയില്ല. അദ്ദേഹം അതുകൊണ്ട് അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞത്, എനിക്കിതിനകത്ത് പങ്കില്ല, എൻ്റെ കൈ ശുദ്ധമാണ്. അത് അദ്ദേഹം പറഞ്ഞത് ആ പ്രതിയായിട്ട് വരാൻ സാധ്യത തൻ്റെ മകളായതുകൊണ്ടാണ്. കാരണം ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം അത് പറയും, എൻ്റെ കൈ ശുദ്ധമാണ്, മകൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടെങ്കിൽ മകളെ പ്രോസിക്യൂട്ട് ചെയ്തോളൂ എന്നുള്ള അർത്ഥം തന്നെയാണ് അതിന് വരുന്നതെന്ന് എനിക്ക് തോന്നണേ. കാരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകള് അദ്ദേഹത്തെ ചാരി പണം വാങ്ങിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു എക്സാലോജിക് കമ്പനിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു കമ്പനി ഇല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് അവർ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമായേനെ. പക്ഷേ അങ്ങനെയല്ല. ആ കമ്പനിയുടെ നടത്തിപ്പും ആ കമ്പനിയുടെ ഉദ്ദേശശുദ്ധിയും അതൊരു പണമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണോ തുടങ്ങിയത്, അത് അമ്മയുടെ പണം ഉപയോഗിച്ച് ആ കമ്പനി തുടങ്ങാനുള്ള പണത്തിൻ്റെ സോഴ്സ് അമ്മ തന്നെയാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തുടങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതേസമയത്ത് ഈ പണത്തിന് ഉള്ള ആ നികുതി, അവർ വാങ്ങിച്ച പണത്തിൻ്റെ നികുതി CMRL അടയ്ക്കുകയും ചെയ്തു. ഇനി അവർക്ക് ഈ കമ്പനിയിൽ നിന്നുള്ള വരുമാനം ഇൻക്ലൂഡിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരും. വരുമാനം കൂടി വ്യക്തികളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. കമ്പനിയിലെ ടാക്സ് കൊടുത്തെങ്കിലും അത് ഒരു രജിസ്റ്റേർഡ് കമ്പനി ആയതുകൊണ്ട് മാത്രം അതിൻ്റെ GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിൽ നിന്നുണ്ടാകുന്ന ലാഭം, ആ ലാഭത്തിന് കൂടുതൽ ലാഭം ഉണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് എക്സാലോജിക്കിൻ്റെ വീണയെ, അതിൻ്റെ ഉടമസ്ഥ വീണയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ
അതേപ്പറ്റി നമുക്കൊരു വ്യക്തത കൈവരികയുള്ളൂ.